നമ്മൾ സാധാരണ ഈ രാഷ്ട്രീയ കുടുംബങ്ങളിലൊക്കെ കണ്ടിട്ടുള്ളത് എല്ലാ അംഗങ്ങളും അതേ പാർട്ടി തന്നെ ഫോളോ ചെയ്യുന്നത്. പക്ഷെ ചിലരൊക്കെ മാറി ചിന്തിക്കുന്നവരുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഉണ്ട് കുറച്ച് പേരെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പൊളിറ്റിക്സ് അല്ലെങ്കിൽ ഫാമിലിയുടെ പൊളിറ്റിക്സ് എന്തോ ആയിക്കോട്ടെ, പക്ഷെ അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു വഴി ഉണ്ടാവും, അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു രാഷ്ട്രീയം ഉണ്ടാവും. അപ്പൊ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അങ്ങനെ ഒരാളെയാണ്. ആരാ മനസ്സിലായി? നമ്മളിപ്പോ കൊടുങ്ങല്ലൂരാണല്ലോ. അപ്പൊ കൊടുങ്ങല്ലൂരിന്റെ NDA സ്ഥാനാർത്ഥി ഡോക്ടർ വർഗീസ് ജോർജ് അത്തരത്തിലൊരാളാണ്. അപ്പോൾ അദ്ദേഹത്തിനും കുറച്ച് പ്ലാനുകളും കുറച്ച് കാര്യങ്ങളോടൊക്കെ നമ്മളോട് പറയാനുണ്ട്. അപ്പൊ തുടങ്ങാം. സോ വെൽക്കം ടു ജെൻസി മാനിഫെസ്റ്റോ. സാർ, അപ്പോൾ തുടങ്ങാം. നമസ്കാരം. ആദ്യം തന്നെ ചോദിക്കുകയാണ്, നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ നമ്മൾ പൊതുവേ കാണുന്ന ഒരു കാര്യമാണ് സ്ഥാനാർത്ഥി നിർണ്ണയം, പിന്നെ ആ സ്ഥാനാർത്ഥിയെ ചുറ്റിപ്പറ്റിയുള്ള വലിയ രീതിയിലുള്ള ചർച്ചകൾ, വിവാദങ്ങൾ. അപ്പോൾ ഡോക്ടർ വർഗീസ് ജോർജിന്റെ സ്ഥാനാർത്ഥി നിർണ്ണയവും അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചർച്ചയും അങ്ങനെ വഴിതിരിഞ്ഞു പോയിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. കാര്യം NDA സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ ഒരു മറ്റ് പാർട്ടികളിൽ കാണുന്ന രീതിയിലുള്ള ഒരു വഴക്കോ അങ്ങനെയുള്ള ഉണ്ടായിട്ടില്ല. പിന്നെ ചർച്ചകളുണ്ടാവും പാർട്ടികളിൽ. കാര്യം വെച്ചാൽ പല സീറ്റുകളും, എസ്പെഷ്യലി 2020 എന്ന് പറഞ്ഞൊരു പാർട്ടി ഇപ്പോൾ പുതിയതായിട്ട് NDAയിൽ ചേർന്നിരിക്കുന്നതാണ്. അപ്പോൾ അവർക്ക് നേരത്തെ ആ പറയുന്ന പാർട്ടിയിൽ ഒരു സ്ഥാനമുണ്ടായിരുന്നില്ല. ഞാൻ പറയുന്നത് 140 മണ്ഡലങ്ങളിൽ സ്ഥാനമുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു ഘടകകക്ഷി വരുമ്പോൾ ആ 140 മണ്ഡലങ്ങളിൽ നിന്ന് വേണം കുറച്ച് മണ്ഡലങ്ങൾ തരാനായിട്ട്. അപ്പോൾ അത് ഒബ്വിയസ്ലി ചർച്ചയുണ്ടാവും. വേറെ ആരെങ്കിലും മത്സരിച്ചിരുന്ന സ്ഥലങ്ങളായിരിക്കുമല്ലോ. അപ്പോൾ അത് ചർച്ചയിൽ കൂടെ എനിക്ക് തോന്നുന്നു വളരെ അത് ഒന്നും ഇതായിരുന്നില്ല, അതിൻ്റെ ഒരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ടായിട്ട് എനിക്ക് അറിയുന്നില്ല. നോമിനേഷൻ കൊടുക്കുന്നതിൻ്റെ അല്ലെങ്കിൽ തീരുമാനം വരുന്നതിൻ്റെ 2-3 ആഴ്ച മുമ്പേ സംസാരിച്ചിട്ട് തന്നെ ഉള്ളൂ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഡോക്ടർ വർഗീസ് ജോർജ് ആയതുകൊണ്ടാണ് അതൊരു ചർച്ചയ്ക്ക് ഇടയാകുന്നത്, അങ്ങനെ ഒരു പ്രശ്നമുണ്ടോ? അല്ലല്ല, ഇത് ഞാൻ പറയുന്നത് വെച്ചാൽ പ്രതിപക്ഷത്തിനെയും ഭരണപക്ഷത്തിനെയും എന്തെങ്കിലുമൊക്കെ പറയാൻ വേണമല്ലോ എപ്പോഴും. അപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുക, കുളം കലക്കിയിട്ട് മീൻ പിടിക്കുക എന്നൊക്കെ പറയുന്ന മാതിരി എന്തെങ്കിലുമൊക്കെ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അവർ ശാന്തരായി, അല്ലെങ്കിൽ അവർ BJP ആയിട്ട് ഒരു ഡീൽ ഉണ്ടാക്കി എന്നുള്ളത്, അല്ലെങ്കിൽ NDA ആയിട്ട് ഒരു ഡീൽ ഉണ്ടാക്കി എന്നുള്ളത്. അപ്പോൾ എന്തെങ്കിലും പറയണം അവർക്ക്. അപ്പോൾ നോക്കുമ്പോൾ എന്നെക്കുറിച്ച് പറയാനായിട്ട് അലിഗേഷനൊന്നുമില്ല, ഞാൻ പ്രത്യേകിച്ച് എവിടെയും കക്കാൻ പോയിട്ടില്ല, അല്ലെങ്കിൽ കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യാത്തത് കൊണ്ട് ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ അലിഗേഷൻ ഉണ്ടാക്കണം. സാർ, ഉമ്മൻചാണ്ടിയുടെ മരുമകൻ എന്നുള്ള ഒരു ലേബൽ ഉണ്ടല്ലോ, അത് ശരിക്കും ഗുണമാണോ അല്ലെങ്കിൽ ദോഷമായിട്ടാണോ ബാധിച്ചിരിക്കുന്നത്? ഞാൻ പറയട്ടെ, ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ലേബല് ഒരിക്കലും ദോഷമാവില്ല. കാരണം ആ രീതിയിൽ ജീവിച്ച് പേരെടുത്തിട്ടുള്ള ഒരു വ്യക്തിയല്ലേ. ആ പേരെങ്ങനെയാണ് ദോഷമാവുന്നത്? ഗുണകരമാണ്. പക്ഷേ ഞാനെന്നൊരു വ്യക്തി ആ പേരിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല എൻ്റെ രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോയത്. അങ്ങനെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ അദ്ദേഹം പ്രവർത്തിച്ചിരുന്ന രാഷ്ട്രീയ പാർട്ടിയിലായിരിക്കണം ഞാൻ ഇരിക്കേണ്ടത്. അതുകൊണ്ട് അവിടുത്തെ ആനുകൂല്യങ്ങൾ ഞാൻ കൈപ്പറ്റണമായിരുന്നു. അതിന് പകരം കേരളത്തിലെ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ചെറിയ പാർട്ടികളിൽ കുറച്ച് വലിയ പാർട്ടിയായിട്ടുള്ള 2020 ഞാൻ പോയി ചേർന്നത്. അതിൻ്റെ ഉദ്ദേശം ഇത്രേ ഉള്ളൂ, അധികം ഹൈറാർക്കികളില്ല, വളരെ സുന്ദരമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി, ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള അവസരം. രാഷ്ട്രീയത്തിൽ അതിൽ കൂടുതലൊന്നും ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല. ശ്രീ ഉമ്മൻചാണ്ടി ജീവിച്ചിരുന്ന കാലത്താണ് ഞാൻ 2020 ജോയിൻ ചെയ്യുന്നത്, 2020-21 കാലഘട്ടത്തിൽ. അപ്പോൾ അന്നും കുടുംബത്തിൽ ചർച്ചയുണ്ടായിരുന്നു, എതിർത്തിട്ടല്ല, എൻ്റെ ആഗ്രഹങ്ങൾ വെച്ച്. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്ന ഒരു പ്ലാറ്റ്ഫോം വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാത്ത ഈസി ആയിട്ട്, ഉദാഹരണത്തിന് സാബു ജേക്കബിനെ പോലെയുള്ളൊരു അഗ്രസീവ് നേതാവ്, അവരുടെ ഉദ്ദേശം മുഴുവൻ സേവനമാണ്. മറ്റുള്ള നേതാക്കന്മാർ അങ്ങനെ അല്ലെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കുക, ഈ പറയുന്ന എല്ലാ രാഷ്ട്രീയ കക്ഷികളിലും ലീഡർഷിപ്പിലിരിക്കുന്ന ആളുകളുടെ അഗ്രഷൻ വെച്ച് നോക്കുമ്പോൾ ഞാൻ പറയും സാബു ജേക്കബ് ഒരു 3-4 പോയിന്റ് മേലെയായിട്ടിരിക്കുന്നു. അത് മുഴുവൻ സേവനമാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം, അല്ലാണ്ട് രാഷ്ട്രീയമായിട്ടുള്ള എതിർപ്പുകളോ ചർച്ചകളോ അദ്ദേഹം വരാറില്ല. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ 2020 വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമാണ്. അതിൻ്റെ പ്രസിഡൻ്റായിട്ട് ഡെയിലി നമുക്ക് സംസാരിക്കാം. കോൺഗ്രസ്സിൽ ഇപ്പോൾ എനിക്ക് രാഹുൽ ഗാന്ധിയായിട്ട് ഡെയിലി സംസാരിക്കണമെന്ന് ആഗ്രഹിച്ചാൽ നടക്കുന്ന കാര്യമാണോ? അല്ലെങ്കിൽ BJPയിൽ എനിക്ക് അമിത്ഷായായിട്ടും അല്ലെങ്കിൽ മോദിജിയായിട്ടും ഡെയിലി സംസാരിക്കണം എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ലല്ലോ. അപ്പോൾ ആ ഒരു കംഫർട്ട് സോണാണ് ഞാൻ 2020 ഉദ്ദേശിച്ചത്. ഞാൻ 2020-21 കയറാൻ നേരത്തെ ഇതിനേക്കാളും ചെറിയൊരു പാർട്ടിയായിരുന്നു 2020. സ്വാഭാവികമായിട്ടൊരു ദേശീയ പാർട്ടിയും 2020 തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടാവില്ലേ? ഉണ്ടല്ലോ. ഞാൻ പറയുന്നത് ശ്രീ ഉമ്മൻചാണ്ടിയുടെ പ്രൊഫൈലിൻ്റെ ഗുണം എടുക്കാനാണെന്നുണ്ടെങ്കിൽ ഞാൻ വലിയൊരു പാർട്ടിയിൽ പോയി ജോയിൻ ചെയ്യണമായിരുന്നു, കൊള്ളാവുന്നൊരു പൊസിഷനിൽ പോയി ജോയിൻ ചെയ്യുന്നതായിരുന്നു. നമ്മളൊരു ചെറിയ പാർട്ടിയിൽ പോയി ജോയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ എൻ്റെ ലക്ഷ്യം അത് വെച്ചിട്ട് ഇത് എടുക്കുക എന്നുള്ളതല്ല. അത് മാത്രമല്ല, ഞാൻ പാർട്ടിയിലെ ഏറ്റവും ഉയർന്ന സ്ഥാനം ചോദിച്ചു വാങ്ങിയിട്ടുള്ള ഒരു വ്യക്തിയല്ല. ഈ പറയുന്ന ചെറിയ പാർട്ടി ആയിരുന്നെങ്കിൽ പോലും സ്റ്റേറ്റ് കമ്മിറ്റി ഒരു ഭാഗമാണെങ്കിൽ പോലും ഞാൻ അവരോട് ആവശ്യപ്പെട്ടത് എനിക്ക് മണ്ഡലം ലെവലിൽ
ജനങ്ങളായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന വീടുകൾ കയറി ആളുകളായിട്ട് സാധാരണ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അല്ലാണ്ട് സ്റ്റേറ്റ് കമ്മിറ്റിയിലിരുന്ന് ഉദ്ഘാടനങ്ങൾക്ക് പോവുക, പ്രസംഗങ്ങൾക്ക് പോവുക എന്നുള്ളതിനേക്കാൾ എനിക്ക് ജനങ്ങളായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നതാണ് ഇഷ്ടം. അങ്ങനെ ഞാനിവിടെ 2.5 കൊല്ലമായിട്ട് ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഒരു 7000 വീടുകളോളം ഞാൻ കയറിയിട്ടുണ്ട്. ഒരു ഉമ്മൻചാണ്ടിയുടെ ലാബിൽ വെച്ചിട്ട് 7000 വീട് കയറാനും ഇത്ര കിടന്ന് കഷ്ടപ്പെടേണ്ട ആവശ്യം എന്താ? അപ്പോൾ അതോടൊപ്പം തന്നെ ഉള്ളൊരു ചോദ്യമാണ്, ഇപ്പം നേരത്തെ ചോദിച്ചതുപോലെ ഈ കോൺഗ്രസുമായിട്ട് അത്രയും ബന്ധമുള്ള ഒരു കുടുംബത്തിൽ നിന്നാണ് വരുന്നത്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ്സിൽ താങ്കൾക്ക് ഇഷ്ടമല്ലാത്ത കുറച്ച് കാര്യങ്ങൾ എന്താണ്, അല്ലെങ്കിൽ അതിലോട്ട് അട്രാക്റ്റഡ് ആവാതിരിക്കാനുള്ള കുറച്ച് കാരണങ്ങൾ എന്തൊക്കെയാണ്? അട്രാക്റ്റഡ് ആവാതിരിക്കാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ടിയുടെ ഒരു കോംപ്ലക്സിറ്റിയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ അതിൽ നമ്മൾ ഒരു കംഫർട്ട് സോൺ ഉണ്ട്. അതായത് ഓരോരുത്തരുടെ വേ ഓഫ് ഓപ്പറേഷനാണ്. ഇപ്പോൾ നിങ്ങൾക്ക് റിലയൻസിൽ വർക്ക് ചെയ്യാനായിരിക്കും താല്പര്യം, റിലയൻസിൽ ഒരു ജൂനിയർ പൊസിഷനിൽ വർക്ക് ചെയ്യാനായിരിക്കും താല്പര്യം. പക്ഷേ എന്നെപ്പോലെയുള്ള ഒരാൾക്ക് ചിലപ്പോൾ സ്റ്റാർട്ടപ്പിൽ പോയിട്ട് CEO ആയിട്ട് വർക്ക് ചെയ്യാനായിരിക്കും താല്പര്യം. കാര്യം നമുക്ക് നമ്മുടേതായിട്ടുള്ള ഐഡിയോളജീസ് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് ഹേർഡിൽസ് ഇല്ലാണ്ട് ഒരു ഫ്രീഡം ഓഫ് ഓപ്പറേഷൻ കിട്ടുക എന്നുള്ളത് എന്നെപ്പോലെയുള്ള ആളുകൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റെസ്ട്രിക്റ്റഡ് എൻവയോൺമെൻറ്റിൽ വർക്ക് ചെയ്യുന്നതിനേക്കാളും ഒരു ഓപ്പൺ ഏരിയയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രീഡം അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാം. അതിൽ ശരിയോ തെറ്റോ എന്നുള്ളത് മാത്രം നോക്കുക. പക്ഷേ യു ഹാവ് ദ ഫ്രീഡം ടു ഓപ്പറേറ്റ്. ആ ഒരു ഫ്രീഡം എനിക്ക് തോന്നുന്നില്ല വേറെ ഒരു പാർട്ടികളിലും. പിന്നെ അത് കോൺഗ്രസിൻ്റെ മാത്രം കുറ്റമായിട്ട് പറയല്ല. കാര്യം അവിടെ ഒരു സ്ട്രക്ചർ ഉണ്ട്, അവിടെ ഒരു ഹൈറാർക്കി ഉണ്ട്, അവിടെ ഒരു പോളിസി മാറ്റേഴ്സും കാര്യങ്ങളെല്ലാം ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആണ്. എനിക്ക് നാളെ പോയിട്ട് വലിയൊരു പ്രോജക്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ എത്തി അതിൻ്റെ അപ്രൂവലൊക്കെ എടുത്തിട്ട് വരാനായിട്ട് സമയമെടുക്കും. അതിനേക്കാളും കംഫർട്ടബിൾ ഞാൻ 2020 കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ നേരെ ഫോൺ എടുത്തിട്ട് സാബു ജേക്കബിനെ വിളിച്ചത് എനിക്കൊരു 10 മിനിറ്റ് സംസാരിക്കണം. അവിടെ ഇരുന്ന് സംസാരിച്ച് പുള്ളി പറയാം ഇതിപ്പോൾ പ്രാക്ടിക്കലായിട്ട് നടക്കില്ല, ആൻസർ അവിടെ കഴിഞ്ഞു. അതല്ല എനിക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ കൺവിൻസ് ചെയ്തു, 3-4 അതിൻ്റെ കമ്മിറ്റി മെമ്പേഴ്സ് കൺവിൻസ് ചെയ്തു, പ്രോജക്റ്റ് ഈസ് ഓൺ. മനസ്സിലായില്ലേ? അതൊരു ഈസി ഇത് ഞാൻ പറഞ്ഞില്ല, രാഷ്ട്രീയ ലക്ഷ്യങ്ങളായിരുന്നില്ല എൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ്. എൻ്റെ മുത്തശ്ശൻ ഒരു AKGയുടെ അടുത്ത് നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റ് അനുഭാവിയായിരുന്നു. ഭാര്യാപിതാവ് കോൺഗ്രസിന്റെ സമുന്നതനായ നേതാവ്. അപ്പോൾ 2020 ആകർഷിച്ചത് ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണോ, മറ്റുള്ളവരിൽ നിന്ന് സ്വാധീനം? അതിൽ കൂടുതൽ 2020 എന്താ ഇവിടെ ചെയ്യുന്നത്? കാര്യം ഏത് ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികളായിട്ടുള്ള പ്രതിപക്ഷ നേതാവും അതിലുള്ള MLA-മാരും MP-മാരും ഒക്കെ 2020 പറയുന്നത് അരാഷ്ട്രീയ പാർട്ടി എന്നാണ് പറയുന്നത് അല്ലേ? എനിക്കത് കേൾക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അഭിമാനം തോന്നുന്നു. കാര്യം അവരൊന്നും കോർപ്പറേറ്റുകളുടെ പാർട്ടിയാണ് എന്നൊരു രീതിയിൽ 2020 കാണുന്നത്. അതുകൊണ്ടാണല്ലോ അതിന് അരാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്നത്. ഞാൻ പറയുന്നത് അവരത് പറയുമ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ അഭിമാനം തോന്നുന്നു. കാര്യം വെച്ചാൽ അവരെ പോലെയുള്ള ഒരു രാഷ്ട്രീയക്കാരനായിട്ട് ഞങ്ങളെ കൺസിഡർ ചെയ്തില്ലല്ലോ. ഞാൻ പറയുന്നത് നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ കാശ് പാവങ്ങൾക്ക് കൊടുക്കുന്നതാണോ മാന്യത, അതോ പാവങ്ങളിൽ നിന്ന് കാശ് പിടിച്ചു പറിച്ച് നിങ്ങൾ പണക്കാരനാവുന്നതാണോ മാന്യത? അപ്പോൾ ഞാൻ പറയുന്നത് ഇവർ ഉദ്ദേശിക്കുന്ന രാഷ്ട്രീയം എന്ന് പറയുന്നത് ജനങ്ങളെ കൊള്ളയടിച്ചും ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്നും കട്ട് പണക്കാരനാകുന്നതാണ് രാഷ്ട്രീയം. അരാഷ്ട്രീയം എന്ന് പറയുന്നത് നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കുന്ന കാശ് പാവങ്ങൾക്ക് കൊടുത്തിട്ട് സഹായിക്കുന്നതാണ് അരാഷ്ട്രീയം. അപ്പോൾ നിങ്ങൾ ഏത് സ്ഥലത്ത് നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത്? ഞാനൊരു അരാഷ്ട്രീയവാദി ആവാനാണ് ആഗ്രഹിക്കുന്നത് ഈ പറയുന്ന ഒരു എൻവയോൺമെൻറ്റിൽ. ഇപ്പോൾ സാർ ഇപ്പോൾ കൊടുങ്ങല്ലൂർ അധികാരത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്തെങ്കിലുമൊക്കെ പ്ലാൻസ് ഉണ്ടായിരിക്കുമല്ലോ. എന്തൊക്കെയാണ് ആ ഒരു പ്ലാൻസ്? ഒന്ന്, ജനങ്ങളെ ഡയറക്റ്റായിട്ട് അഫക്റ്റ് ചെയ്യുന്ന 1-2 പ്രോജക്റ്റുകളുണ്ട്. അത് എൻ്റെ ഒരു ലക്ഷ്യം തന്നെയാണ്. അതല്ലാതെ തൊഴിൽ കൊടുക്കുക. ഒരു പ്രോജക്റ്റ് എന്ന് ഞാൻ പറയുന്നത് കുണ്ടൂർ കുത്തിയതോട് പാലം 8 കൊല്ലമായിട്ട് നിർത്തിവെച്ചിരിക്കുക. അതായത് വെറുതെ ഒരു 100 മീറ്ററോളം 100-150 മീറ്ററോളം ഒരു പാലം പണിതാൽ തീരാവുന്നത് 2017 25 കോടി രൂപ അപ്രൂവായിട്ട് കിടക്കുന്നത് 2 സ്ഥലത്തും അപ്രോച്ച് റോഡുള്ള ഒരു പാലം. അത് എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ UDF-ൻ്റെ പഞ്ചായത്ത് പ്രസിഡൻറ്റും LDF-ൻ്റെ MLA-യും കൂടെ ചേർന്ന് ഇൻഡസ്ട്രി മിനിസ്റ്റർ രാജീവിനെ പോയി കണ്ടിട്ട് ഈ പാലം വേറൊരു സ്ഥലത്തോട്ട് എടുത്ത് മാറ്റി. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് കേരളത്തിൻ്റെ ഒരു അറ്റം മുതൽ ഇങ്ങേ അറ്റം വരെ കേരളയിൽ പണിയാൻ പോകുന്ന ഈ പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് 8 സെൻറ്റ് സ്ഥലം എടുത്തിട്ട് ഈ പാലം പണിത് കൊടുക്കാനായിട്ട് 8 കൊല്ലം കഴിഞ്ഞിട്ട് ഇനിയും പാലം പണിത് തുടങ്ങിയിട്ടില്ല. എന്നാൽ ആ പറയുന്ന കടവിൽ കൊല്ലങ്ങൾക്ക് മുമ്പ് 5 പേര് മുങ്ങി മരിച്ചിട്ടുള്ളതാണ്. ഞാൻ പറയാം അവരുടെ ആത്മാവിനെ ഓർത്തിട്ടെങ്കിലും ഇവർ ഈ പാലം പണിത് തീർക്കണ്ടേ. രണ്ടാമത്തെ പ്രോജക്റ്റ് വെള്ളാങ്കല്ലൂരിലെ പാടശേഖരം ചേർത്ത് കിടക്കുന്ന ഇരിഞ്ഞാലക്കുടയും കൊടുങ്ങല്ലൂരുമായിട്ട് 500 ഏക്കറോളം 35 കൊല്ലമായിട്ട് കൃഷി നടക്കാതിരിക്കുന്നു. 35 കൊല്ലം എന്ന് പറയുമ്പോൾ ആലോചിക്കണം, എല്ലാ പാർട്ടിക്കാരും ഭരണത്തിൽ വന്നു പോയി കഴിഞ്ഞു, MLA-മാരാണെങ്കിലും സ്റ്റേറ്റിൽ ഇതാണെങ്കിലും. അതിനേക്കാൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എൻ്റെ ഒരു സ്വപ്ന പദ്ധതി ഉള്ളത് സ്പോർട്സിന് റിലേറ്റഡ് ആണ്. കാര്യം ഇവിടെയുള്ള ചെറുപ്പക്കാർക്ക് നല്ല ഒരു സ്പോർട്സ് ഫെസിലിറ്റി ഇല്ല. സ്പോർട്സിന് റെസ്പെക്റ്റ് ഉണ്ടാവണം. സ്പോർട്സിൽ ഫോക്കസ് ചെയ്യുന്ന ആളുകൾക്ക് ഒരു കരിയർ ഓറിയൻറ്റഡ് ആയിട്ടും പ്രൊട്ടക്ഷൻ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം, ഇമ്പോർട്ടൻസ് ഉണ്ടാവണം. ഇതെല്ലാം എൻ്റെ ജീവിതാനുഭവമാണ്. ഞാൻ ഒരു സ്പോർട്സ് പേഴ്സൺ ആണല്ലേ? അതെ, മകനും ടെന്നീസ് പ്ലെയറാണ്. ഞാൻ നാഷണൽസ് വരെ കളിച്ചതാണ്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ മകനെയും താല്പര്യത്തോടെ ടെന്നീസിലോട്ട് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ കാരണം. അങ്ങനെ ഞാനൊരു പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. കുട്ടികൾക്ക് ആ പറയുന്ന പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് ഒരു 7 വയസ്സ് 8 വയസ്സ് ഇതിൻ്റെ ഇൻവോൾവ് ആയിക്കഴിഞ്ഞാൽ എൻഡ് ഓഫ് 10 years or 15 years they will come out as an
ഒരു ഇൻ്റർനാഷണൽ സ്പോർട്സ്മാൻ അല്ലെങ്കിൽ വെൽ കരിയർ ഓറിയൻറ്റഡ്. ഇതിന് ഞാൻ ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട്. യു കെയിൽ വന്ന് ബാത്ത് യൂണിവേഴ്സിറ്റി, ലൗബറോ യൂണിവേഴ്സിറ്റി, സൗത്ത് ആംപ്ടൺ യൂണിവേഴ്സിറ്റി, ഇതെല്ലാം ടോപ്പ് യൂണിവേഴ്സിറ്റീസാണ് ഇൻ ദ വേൾഡ്. ഞാൻ സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഉദാഹരണത്തിന് ടെന്നീസിൽ ജോക്കോവിച്ച്, നമ്പർ 1 ആയിട്ടുള്ള ജോക്കോവിച്ച്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ ജോക്കോവിച്ചിൻ്റെ കൂടെ പോയി 7 ദിവസം താമസിച്ച ഒരു മലയാളി ഉണ്ടാവില്ല. ഞാനുണ്ട്. ഒരു ലൈഫ് ചേഞ്ചിങ് എക്സ്പീരിയൻസ് ആയിരുന്നു 7 days വിത്ത് ജോക്കോവിച്ച്. വേൾഡ് നമ്പർ 1 പറയുകയാണ്. ഇത് ഇറ്റ്സ് എ വെരി ഗുഡ് പ്രോജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനേക്കാളും വലിയൊരു നോബൽ പ്രൈസ് ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഉദാഹരണം, മീഡിയയിൽ ഞാനൊരു ഐഡിയ പറയുമ്പോൾ ശ്രീകണ്ഠൻ നായർ പറയുകയാണ്, ഓ ഇറ്റ്സ് വണ്ടർഫുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എനിക്ക് കിട്ടുന്ന ഒരു അവാർഡാണ്. അതേമാതിരിയാണ് ജോക്കോവിച്ച് എൻ്റെ അടുത്ത് പറയുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു ഫീലിംഗ്. അതേമാതിരി തന്നെ ക്രിക്കറ്റിൻ്റെ ഇംഗ്ലണ്ടിൻ്റെ ക്യാപ്റ്റൻ കെവിൻ പീറ്റേഴ്സൺ, ഗ്രെഗ് ചാപ്പൽ ഓസ്ട്രേലിയൻ ക്യാപ്റ്റൻ, ഇന്ത്യൻ കോച്ചായിട്ടിരുന്നവർ, അതല്ലാണ്ട് ഇന്ത്യൻ ക്രിക്കറ്റേഴ്സായിട്ടുള്ള അസുറുദ്ദീൻ, ഇങ്ങനെയുള്ള ഒരുപാട് ആളുകളായിട്ട് ഞാൻ അസോസിയേറ്റ് ചെയ്തിട്ട് ഈ പറഞ്ഞൊരു പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഇതെൻ്റെ സ്വപ്നമാണ്. സാർ അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിദേശത്ത് നിന്ന് ജോലി ഉപേക്ഷിച്ച് വന്നത് ശരിക്കും ഇവിടെ പൊളിറ്റിക്സിലൊക്കെ ഒന്ന് ആക്റ്റീവ് ആവാനുള്ള ഉദ്ദേശത്തോടു കൂടിയാണോ അതോ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ശ്രീ ഉമ്മൻചാണ്ടിയുടെ മരണത്തോട് ചേർന്നിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഇവിടെ വരുന്നത്. ഞാൻ വിദേശത്ത് ഉണ്ടായിരുന്നപ്പോഴും മാസത്തിൽ ഒരു തവണയെങ്കിലും നാട്ടിൽ വന്നു പോകും എൻ്റെ അച്ഛനെ കാണാനായിട്ട്, പേരൻസിനെ കാണുന്നതിന് വേണ്ടിയിട്ട്. ഇവിടെ വന്നതിന് ശേഷം എൻ്റെ അച്ഛന് 55 വയസ്സ്, ഇപ്പോഴും ഹീസ് വർക്കിംഗ് അപ്പോളോ ഹോസ്പിറ്റലിലെ ഡോക്ടർ, MLC ഡിപ്പാർട്ട്മെൻറ്റിലെ ഡോക്ടറാണ് അദ്ദേഹം. എന്നേക്കാൾ ആരോഗ്യമുണ്ട് കേട്ടോ. വെളുപ്പിനെ 3:30 എഴുന്നേറ്റിട്ട് 6 മണിക്ക് ജോലിക്ക് പോകും. 85-ാമത്തെ വയസ്സ്. ഞാൻ എപ്പോഴും പറയും എൻ്റെ വീട്ടിലെ ഏറ്റവും ചെറുപ്പക്കാരൻ അദ്ദേഹമാണെന്ന്. ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യുന്ന സമയത്തിൻ്റെ വാല്യൂ ഞാൻ വിദേശത്ത് ഒരു CEO ആയിട്ടിരിക്കുന്നതിൽ കാണുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഒരു ആക്ടിവിറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പൊളിറ്റിക്സിൻ്റെ ഭാഗമായത്. അല്ലാതെ ഇവിടെ വന്ന് പൊളിറ്റിക്സിൻ്റെ ഭാഗമായിട്ട് ഞാൻ പാരൻസായിട്ട് എപ്പോഴും രാഷ്ട്രീയത്തിലേക്കുള്ള ഒരു കടന്നുവരവ് വീണ്ടും ഒരിക്കൽ കൂടി ഉമ്മൻചാണ്ടി എടുത്തിടുകയല്ല, എന്നാലും ചോദിക്കുകയാണ്, ഇപ്പോൾ രാഷ്ട്രീയത്തിലേക്കുള്ള ഒരു കടന്നുവരവ് എന്തെങ്കിലും ഉമ്മൻചാണ്ടിയെ ഇൻഫ്ലുവൻസ് ചെയ്ത് അങ്ങനെ ഒരു ചിന്താഗതി ഉണ്ടോ? ഞാൻ ഇവിടെ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയതിന് ശേഷം സത്യം പറഞ്ഞ എൻ്റെ മനസ്സിൽ അദ്ദേഹത്തിൻ്റെ ജീവിതവും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളും നമ്മുടെ മൊബൈലിൽ കാണുന്ന റീൽസ് കാണില്ലേ, അതേമാതിരി എൻ്റെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. കാര്യം ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിരിക്കുന്നത് ഒരു സോഷ്യലിസ്റ്റ് ലൈഫ് എനിക്ക് വളരെ ഇൻട്രസ്റ്റ് ഉള്ളൊരു കാര്യമാണ്. ഉദാഹരണത്തിന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ജോർജ് ചടയമറി, തറ തീർന്ന കമ്മ്യൂണിസ്റ്റുകാരൻ, അദ്ദേഹത്തിൻ്റെ ജീവിത രീതിയും ജീവിത സാഹചര്യങ്ങളും. അതിനുശേഷം ഞാൻ കണ്ടിട്ടുള്ള അടുത്തൊരു സോഷ്യലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛനാണ്. ഡോക്ടറാണ്. സാധാരണ ഗവൺമെൻറ് സർവീസിലുള്ള ഡോക്ടർമാർ കൈക്കൂലി എന്നല്ല, കൺസൾട്ടേഷൻ ഫീ അതെല്ലാം മേടിച്ച് അത്യാവശ്യം പണം സമ്പാദിച്ച് വയ്ക്കും. എൻ്റെ അച്ഛൻ ഇന്നേ വരെ ഒരു 10 രൂപ ഒരു പേഷ്യൻറ്റിന് വാങ്ങി ഞാൻ കണ്ടിട്ടില്ല. വീട്ടിൽ ഫ്രീ സർവീസ് മാത്രമേ നടന്നിട്ടുള്ളൂ. അതിനുശേഷമാണ് എൻ്റെ വൈവാഹിക ജീവിതത്തിൽ ഉമ്മൻചാണ്ടി എന്നുള്ള ഒരു വ്യക്തി എൻ്റെ ജീവിതത്തിൽ കടന്നു വരുന്നത്. ഞാൻ നോക്കിയപ്പോൾ ഈ പറഞ്ഞ ആളുകളെക്കാളും വലിയൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ് അദ്ദേഹം. സോഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി. രാത്രി 2 മണിക്ക് പോലും ഒരു സാധാരണക്കാരനെ ചീഫ് മിനിസ്റ്ററിൻ്റെ ക്ലിഫ് ഹൗസിൽ വന്ന് കോളിംഗ് ബെൽ അടിച്ച് ചീഫ് മിനിസ്റ്ററെ വിളിച്ചെഴുന്നേൽപ്പിക്കാമെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ ലോകത്ത് ഉമ്മൻചാണ്ടി മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനി വേറെ ആരും ഉണ്ടാവാനും പോകുന്നില്ല ഭാവിയിൽ. സാർ, ഇപ്പോൾ ഈ 2020 ഒരു കടന്നു വരവ്, ഇപ്പോൾ സാറ് തന്നെ പറഞ്ഞു, ഇപ്പോൾ കല്യാണത്തിന് ശേഷമാണ് ഇപ്പോൾ ഉമ്മൻചാണ്ടിയായിട്ടൊരു ബന്ധമൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ മറിയാമ്മൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അദ്ദേഹം പോലും ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും, സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിക്കും, അങ്ങനെയുള്ള നിരവധി അഭിപ്രായങ്ങളൊക്കെ ഞങ്ങൾ കേട്ടതാണ്. അപ്പോൾ അങ്ങനെ മറിയാമ്മൻ കൂടി ഇത്തരത്തിലൊരു സ്ഥാനാർത്ഥിയാവുകയാണെങ്കിൽ അത് നിങ്ങളുടെ ഇടയിൽ ഒരു ചർച്ചയാവാൻ ഇടയുണ്ടോ? സ്ഥാനാർത്ഥി ആവുകയാണെങ്കിൽ മാത്രമല്ല, നാളെ മറിയമ്മൻ MLA ആയിട്ട് വന്നാൽ പോലും ഞങ്ങളുടെ ഇടയിൽ ഒരു രാഷ്ട്രീയ ചർച്ച ഉണ്ടാവില്ല. കൊടുങ്ങല്ലൂരിലെ UDF സ്ഥാനാർത്ഥിയുടെ പ്രചരണത്തിന് വേണ്ടിയിട്ട് വന്നു കഴിഞ്ഞാൽ, സപ്പോസ് വന്നാൽ അത് അവരുടെ അത് പൊളിറ്റിക്കൽ റെസ്പോൺസിബിലിറ്റിയാണ്. അത് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം. ആഗ്രഹം ഉണ്ടായിരുന്നു എപ്പോഴെങ്കിലും? എൻ്റെ പ്രചരണത്തിന് ഞാൻ വിളിക്കുമായിരുന്നു. ഇത് ഒരു കോൺഗ്രസ് അനുഭവമുള്ള ഫാമിലി അല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ. ഇപ്പോൾ ഞാൻ ഒരിക്കലും നിർബന്ധിക്കുകയോ പറയുകയോ ചെയ്യില്ല. കാരണം ആ ഫാമിലിക്ക് കോൺഗ്രസിനോടുള്ള കടപ്പാട് വ്യക്തമായിട്ട് എനിക്കറിയാവുന്നതാണ്. അപ്പോൾ ഞാൻ ഒരിക്കലും എത്തിക്കലല്ല ഞാൻ അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുകയോ പറയുകയോ എന്നുള്ളത്. ഞാൻ ഇന്നേ വരെ ഒരു വീഡിയോ മെസ്സേജ് പോലും എന്നെ സപ്പോർട്ട് ചെയ്തിട്ട് അയക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ അത് ഞങ്ങൾ തമ്മിലുള്ള ഒരു എത്തിക്കൽ പാറ്റേൺ ആണ്. ഇപ്പോൾ സാറ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമ്പോൾ തന്നെ വലിയ രീതിയിലുള്ള ഒരു ചർച്ച എന്ന് പറയുന്നത് അതായിരുന്നു. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇത്തരത്തിലുള്ള നിങ്ങൾ ഈ ഒരു രാഷ്ട്രീയത്തിലേക്കുള്ള ഒരു കടന്നുവരവ് വലിയ രീതിയിലുള്ള സൈബർ അറ്റാക്ക് അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളിൽ അതൊരു ഫാമിലിക്കെതിരെ ഭയങ്കരമായ സൈബർ അറ്റാക്കിംഗ് നടന്നിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രാഷ്ട്രീയത്തിൽ നിങ്ങൾ കാല് വെക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ മനസ്സുകൊണ്ട് തീരുമാനം എടുത്തിരിക്കണം. എല്ലാ ഭാഗത്തു നിന്നും കുത്തൽ വരുമെന്നുള്ളത് മനസ്സിലായോ? അതിനെ പേടിക്കുന്നവരാണെങ്കിൽ ആ പണിക്ക് പോകരുത്. രാഷ്ട്രീയത്തിൽ സ്വന്തം അടുത്ത് നിൽക്കുന്ന ആൾ പോലും നമ്മൾ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള കാലഘട്ടമാണ്. മനസ്സിലായോ? അതാണ് രാഷ്ട്രീയം. എന്നിട്ട് രാഷ്ട്രീയത്തിൽ ചാടി വന്നതിന് ശേഷം അയ്യോ എന്നെ ആൾക്കാർ ഉപദ്രവിക്കുന്ന സോഷ്യൽ മീഡിയയിൽ എന്നെ കളിയാക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിൽ ഇത്തരത്തിലൊരു ചർച്ച ഉണ്ടാകുമ്പോൾ നിങ്ങൾ പരസ്പരം ഏതെങ്കിലും രീതിയിൽ സംസാരിക്കാൻ വിഷമിപ്പിച്ചിട്ടുണ്ടോ? അതായത് നിങ്ങൾ തമ്മിൽ എന്തോ പ്രശ്നമുണ്ട്, ആ രീതിക്കുള്ള ചർച്ചകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലോ, അപ്പൊ വിഷമം തോന്നിയായിരുന്നു? ശരി, ഞാൻ പറയട്ടെ,
നമ്മളെപ്പോഴും മേലോട്ട് നോക്കിയല്ല ജീവിക്കേണ്ടത്, താഴോട്ട് നോക്കിയാണ് ജീവിക്കേണ്ടത്. ഞാൻ എൻ്റെ എനിക്ക് വരുന്ന കഷ്ടപ്പാടുകൾ കാണുമ്പോൾ എൻ്റെ കുടുംബത്തിൽ തന്നെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ശ്രീ ഉമ്മൻചാണ്ടി അല്ലേ. അദ്ദേഹത്തിന് എത്ര കൊല്ലങ്ങളോളം സ്വന്തം പാർട്ടിയിൽ നിന്നും പുറത്തെ പാർട്ടിയിൽ നിന്നും വേട്ടയാടി. അദ്ദേഹത്തിൻ്റെ മരണത്തിൻ്റെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മാത്രമാണ് കോടതി അദ്ദേഹത്തിന് ഈ പറഞ്ഞിട്ടുള്ള കേസുകളിൽ നിന്ന് വിമോചിതനാക്കിയത്. അത്രയും വലിയൊരു എക്സാമ്പിൾ എൻ്റെ മുമ്പിലുള്ളപ്പോൾ ഈ പറയുന്ന ചെറിയ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ പോയിട്ട് പല്ല് കടിക്കാൻ പറ്റുമോ? അത് രാഷ്ട്രീയത്തിൽ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം ഫേസ് ചെയ്യാനായിട്ട് വരണം. അപ്പോൾ ഞാൻ എപ്പോഴും ശ്രീ ഉമ്മൻചാണ്ടിയുടെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു കാര്യം, എന്തുമാത്രം കോളികളൊക്കെ നടന്നാലും അദ്ദേഹം പറയുന്നത് സത്യം ജയിക്കും, ഞാൻ ഇതിനകത്ത് കുറ്റക്കാരനല്ല എന്നുള്ള ഒരു വാചകത്തിലാണ് അദ്ദേഹം അവസാനം വരെ പിടിച്ചു നിന്നതും. അതുതന്നെയാണ് പിന്നീട് ജയിച്ചതും. ഇന്നും അദ്ദേഹത്തിനെ ലോകം മുഴുവൻ ആരാധിക്കുന്ന ആളുകളുണ്ട് എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഒരു വാക്കുകൊണ്ടാണ്. അപ്പോൾ അത് അത്രയ്ക്കൊന്നും അല്ലെങ്കിൽ പോലും കുറച്ചൊക്കെ മനസ്സിൽ വയ്ക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. പൊളിറ്റിക്സ് വേറെ ആണെങ്കിലും ആ പേഴ്സന്റെ പേഴ്സണാലിറ്റി സ്വാധീനിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ നമ്മുടെ ജോർജ് അടയമുറി എന്ന് പറയുന്നത് വേറെ പൊളിറ്റിക്സ് ആണ്, ഉമ്മൻചാണ്ടി എന്ന് പറയുന്നത് വേറെ പൊളിറ്റിക്സ് ആണ്. ഞാൻ പറയുന്നത് ഉമ്മൻചാണ്ടിക്ക് ശേഷമുള്ള ഏറ്റവും നല്ല കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് ഞാൻ പറയുന്നത് സാബു ജേക്കബാണ്. കാരണം ഇത്രയധികം പാവങ്ങൾക്ക് സഹായം ചെയ്യുന്ന ഏത് കമ്മ്യൂണിസ്റ്റുകാരൻ എവിടെയുള്ളത്? അപ്പോൾ ഇവരൊന്നും ഒരു പാർട്ടി അടിസ്ഥാനത്തിലല്ല, പക്ഷേ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അവരെങ്ങനെ സമൂഹത്തിനെ നോക്കിക്കാണുന്നു എന്നുള്ളതാണ്. അത് ഞാൻ എങ്ങനെ പറയുമെന്ന് അറിയില്ല. നിങ്ങളും ഒരു വശം വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെയുള്ള പല വീടുകളിലും കൂടെ പുഴുക്കളെ പോലെയാണ് കുട്ടികൾ മണ്ണിൽ ജീവിക്കുന്നത്. ഒരു ചെറിയ 100 സ്ക്വയർ ഫീറ്റ് വീട്ടിൽ 8-9 ആളുകൾ ഒരുമിച്ച് ജീവിക്കുന്നു. അപ്പോൾ ഞാൻ എപ്പോഴും ഇവിടുത്തെ ആളുകൾ നല്ല വീടുകളിൽ പോകുമ്പോൾ ഞാൻ പറയുന്നത്, നിങ്ങൾ ഈ വീട്ടിൽ സമാധാനമായി സന്തോഷമായിട്ട് ജീവിക്കുന്നു എന്ന് വിചാരിക്കരുത്. അത് നിങ്ങളുടെ സമൂഹത്തിൽ പട്ടിണിയും പരിവട്ടം നടക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഈ മതിലുകൾ പൊളിച്ച് അത് അകത്തോട്ട് കയറി വരും. സാർ നേരത്തെ പറഞ്ഞു 2021 ആ കാലഘട്ടത്തിലാണ് 2020യുടെ ഭാഗമാവുന്നത്. പക്ഷെ ഇപ്പോൾ 2020 എന്ന് പറയുന്നത് NDA എന്ന് പറയുന്ന ഒരു മുന്നണിയുടെ ഭാഗമാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടോ? അപ്പോൾ BJP എന്ന് പറയുന്നതാണ് ഈ NDAയുടെ ഏറ്റവും വലിയൊരു പാർട്ടിയാണല്ലോ. അപ്പം അവരുടെ ആശയങ്ങളോടൊക്കെ എങ്ങനെയാണ് സാറിൻ്റെ ഒരു നിലപാട്? ഞാൻ പറയട്ടെ, 2020 NDAയുമായിട്ട് അലൈൻഡ് ആയിരിക്കുന്നത് അൺകണ്ടീഷണലിയാണ്. അൺകണ്ടീഷണലി എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ രസമുള്ളതാണെങ്കിലും അത് ഇരുതല മൂർച്ചയുള്ള വാളാണ്. അൺകണ്ടീഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ടും കണ്ടീഷൻ പറയരുത് എന്നുള്ളതാണ് അർത്ഥം. അങ്ങോട്ട് ഞാൻ കണ്ടീഷൻ പറയുന്നില്ലെങ്കിൽ ഇങ്ങോട്ടും കണ്ടീഷൻ പറയരുത്. ഞങ്ങളുടെ നേതാവ് സാബു ജേക്കബ് പറഞ്ഞിട്ടുണ്ട്, മത തീവ്രവാദപരമായിട്ടുള്ളോ അക്രമകരമായിട്ടുള്ളോ തെറ്റുകൾ ആര് ചെയ്താലും 2020 എന്നുള്ളൊരു പ്രസ്ഥാനം അത് ചോദിക്കും. അത് സ്വന്തം ഘടകകക്ഷിയാണെങ്കിലും ശരി, വേറൊരു ഘടകകക്ഷിയാണെങ്കിലും ശരി. BJPയുടെ നിലവിലുള്ള BJP ഉദാഹരണത്തിന് BJP ക്രൈസ്തവ സമൂഹത്തിന് എതിരാണ് എന്ന് പറഞ്ഞിട്ട് പ്രൊപ്പഗാൻഡ ഇങ്ങനെ അടിച്ചിറങ്ങുന്നുണ്ട്. എന്നാൽ 2020 BJP NDAയിൽ കൈകോർത്തതിന് ശേഷമാണ് 140 കൊല്ലമായിട്ട് ഓർത്തഡോക്സ് സഭയിൽ നടന്നുകൊണ്ടിരിക്കുന്ന വഴക്കിനെ ഒരു തീർപ്പ് എത്തിക്കാൻ പോകുന്നു. ഇനി അടുത്തൊരു 6 മാസത്തിനുള്ളിൽ അതിലൊരു തീർപ്പാവും. പ്രധാനമന്ത്രി നേരിട്ട് ഇടപെട്ടിട്ട് ഈ പറയുന്ന മാറി നിന്ന് ചിരിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഈ മുന്നണികളൊക്കെ ഈ പറയുന്ന 140 കൊല്ലത്തിൻ്റെ ഇടയ്ക്ക് എന്താണ് ഒരു ഉത്തരവാദിത്തം എടുത്തിട്ടുള്ളത്? പക്ഷെ അപ്പോഴും സാർ, ഇപ്പോൾ നമ്മൾക്കറിയാം BJP സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ എല്ലാവരും പൊതുവെ പറയപ്പെടുന്നതും എന്നാൽ അങ്ങനെ ഉണ്ട് എന്ന് നമുക്ക് സ്വാഭാവികമായി തോന്നിക്കുന്ന ഒരു കാര്യമാണ് ന്യൂനപക്ഷങ്ങളെ അടിച്ചമർത്തുക എന്നത്. ഇപ്പോൾ സാർ തന്നെ പറയുന്നു അങ്ങനെയല്ല, ക്രൈസ്തവ സമൂഹത്തിൽ തന്നെ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ഉണ്ടായി എന്നും സാർ പറയുന്നു. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഞാൻ പറയുകയാണ്, ഇപ്പോൾ ഞാൻ ഒരു സമൂഹത്തെ പ്രതിനിധീകരിച്ച് സാറോട് പറയുകയാണ്, ഇതിലത് BJP അധികാരത്തിൽ വരുമ്പോൾ ന്യൂനപക്ഷങ്ങളെ വീണ്ടും അടിച്ചമർത്തുകയാണ്. അങ്ങനെയുള്ളൊരു പാർട്ടിയിലൂടെയാണ്, അങ്ങനെ ഒരു പാർട്ടിയിലൂടെ ചേരുകയാണ് ഇപ്പോൾ 2020 എന്ന് പറയുമ്പോൾ സാറിൻ്റെ പ്രതികരണം എങ്ങനെയായിരിക്കും? മീഡിയയുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണെങ്കിൽ പോലും നിങ്ങളുടെ കയ്യിൽ ഇല്ലാത്ത ഇൻഫർമേഷനാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യൻ MLA-മാരുള്ളത് BJPയിലാണ്. 250ഓളം MLA-മാരുണ്ട്. ഈ വായ്ത്തോരാതെ പറയുന്ന കോൺഗ്രസ് ആണെങ്കിലും LDF, പിന്നെ ഒരു ചെറിയ പാർട്ടിയായിട്ട് കൂട്ടിക്കോ, ഇന്ത്യ മൊത്തമായിട്ട് നോക്കുമ്പോൾ കേരളത്തിൽ എന്താണോ 2020 എന്നുള്ളത് പോലെ തന്നെ ഇന്ത്യയിലെ LDF എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ ഞാൻ കണക്കാക്കുന്നില്ല. അവർ ഇന്ത്യ മുന്നണി മൊത്തത്തിലെടുത്താലും 10-30 ക്രിസ്ത്യൻ MLA-മാരേ ഉള്ളൂ. മനസ്സിലായോ? ആ നേരം BJP, നിങ്ങൾ വർഗീയത പറയുന്ന ഈ BJPയിൽ 230ഓളം MLA-മാർ എൻ്റെ അറിവിൽ ക്രിസ്ത്യാനികളാണ്. ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു 3 മുഖ്യമന്ത്രിമാർ ക്രിസ്ത്യാനികളായിട്ട്. ഇവിടെ ഒരാളെ പറയാൻ പറ്റുമോ? അപ്പം ഞാൻ പറയുന്നത് ന്യൂനപക്ഷത്തിന് അല്ല, ഞാൻ പറയുന്നത് ഇവിടെ ഈ പറയുന്ന മുന്നണികൾ LDF-ലാണെങ്കിലും UDF-ലാണെങ്കിലും വർഗീയത ഇല്ല എന്ന് പറഞ്ഞിട്ട് വർഗീയത ഉള്ള രാഷ്ട്രീയ പാർട്ടികളുണ്ടല്ലോ. അത് ഞാൻ പറയുന്നത് അതൊന്നും ക്രിസ്ത്യാനിറ്റി അല്ല, അത് അവിടെയുള്ള 2 ക്ലാൻസ് തമ്മിലുള്ള വഴക്കാണ്.
എന്നാൽ അത് ഇവിടെ കൊണ്ടുവന്ന് അതൊരു പാക്കേജ് ആയിട്ട് ജനങ്ങളെ പക്ഷെ തെറ്റിദ്ധരിപ്പിച്ചു. മണിപ്പൂരിൽ അത്രയും കാലം അത്രയും വലിയ സംഘർഷം ഉണ്ടായിട്ട് നമ്മുടെ രാജ്യം ഉൾപ്പെടെ വലിയ രീതിയിൽ ചർച്ച ചെയ്തിട്ട് പോലും പ്രധാനമന്ത്രി അവിടെ ഒന്ന് തിരിഞ്ഞു നോക്കിയില്ലെന്ന് പോലും വലിയ ചർച്ചയ്ക്ക് ഇടയാക്കിയ ഒരു കാര്യമാണ്. ഈ പറയുന്ന ചർച്ചകളിൽ എന്തുമാത്രം കഴമ്പുണ്ടെന്നുള്ളത് അന്വേഷിക്കണം. ഞാൻ പറയുന്നത് പ്രധാനമന്ത്രി അവിടെ എത്തിയിട്ടുണ്ടെന്ന് സാറിന് തോന്നുന്നുണ്ടോ? എത്തിയിട്ടുണ്ടെന്നുള്ളത് ഞാൻ പറയുന്നില്ലല്ലോ. ഞാൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ പ്രധാനമന്ത്രി എത്തിയാലേ അവിടെ ശാന്തി ഉണ്ടാകൂ എന്ന് നമ്മൾ പറയുന്നതിൽ അർത്ഥമില്ല. ഞാൻ പറയുന്നത് അവിടെ എത്തിയിരുന്നെങ്കിൽ നിങ്ങൾ ഇത് എടുക്കില്ല, വേറെ സ്ഥലത്ത് എത്തിയില്ല എന്ന് പറയും. അപ്പം ഞാൻ പറയുന്ന ഒരു 100 നല്ല കാര്യങ്ങൾ നടക്കുമ്പോൾ അതിലെ ഒരു ലാഗിനെ നമ്മൾ കുറ്റപ്പെടുത്തിയിട്ട് എല്ലാത്തിനും മറക്കാനായിട്ടുള്ള ഒരു ശ്രമം നടത്തുന്നതിന് അർത്ഥമില്ല. പിന്നെ ഒന്ന്, ഞാൻ തുടക്കത്തിലേ പറഞ്ഞ പോലെ ഞാനൊരു രാഷ്ട്രീയക്കാരനല്ല, ഞാൻ ഇതിലോട്ട് വന്നിട്ടുള്ള അത് കാരണം നിങ്ങൾ പഴയ ഡാറ്റകൾ ഒരുപാട് എടുത്ത് എൻ്റെ അടുത്ത് ചോദ്യം ചോദിച്ചാൽ ഞാൻ അതെടുത്തിട്ട് പറയാൻ പറ്റുന്നില്ല. ഒരു കാര്യം കൂടി ചോദിക്കാം. ഇപ്പൊ നമുക്ക് ഈ കൊടുങ്ങല്ലൂർ മണ്ഡലം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ആദ്യം തന്നെ പറഞ്ഞതാണ് BJP ക്കുള്ളതാണ് എന്നതാണ്. BJP പറഞ്ഞേ ഞാൻ പറയട്ടെ, BJP എന്ന് പറയുന്നത് ഇതിൽ ഈ പറയുന്ന കക്ഷികളിലെ ഏറ്റവും വലിയ കക്ഷിയാണ് അല്ലേ. അപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ മാതിരി 2020 എന്ന് പറയുന്ന ഒരു പുതിയ പാർട്ടി അകത്തോട്ട് വന്നതാണ്. അത് ഇപ്പോൾ ഉദാഹരണത്തിന് BDJS ആണെന്നുണ്ടെങ്കിൽ അത് കൺഫ്യൂഷൻ ഇല്ല. കഴിഞ്ഞ ഇലക്ഷനിൽ ഏതൊക്കെ സീറ്റുകളിൽ മത്സരിച്ചു, സ്വാഭാവികമായിട്ടും അവർ അതേ സീറ്റുകളിൽ വരാനായിട്ടുള്ള ചാൻസുകൾ ഉണ്ടെന്നുള്ളത് പ്രതീക്ഷിക്കാം. എന്നാൽ 2020 എവിടെ വരുമെന്നുള്ളതിനെക്കുറിച്ച് പ്രതീക്ഷയില്ല. അപ്പോൾ ഒന്ന്, ചിഹ്നമില്ല 2020ക്ക്. അപ്പോൾ BJP ഞങ്ങൾ ഇവിടെ ചർച്ച ചെയ്തിരുന്നു. നമ്മൾ ഇവിടെ ചർച്ചകൾ നടക്കുന്ന സമയത്ത് തന്നെ BJPയുടെ അനുയായികൾ പറഞ്ഞ് നിങ്ങൾക്ക് ചിഹ്നം വന്നിട്ടില്ല. അപ്പോൾ ചിഹ്നം വരാത്തുമ്പോൾ എന്താ 2020 എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒട്ടിക്കാൻ പറ്റില്ലല്ലോ. അവർ പോസ്റ്റുകളിൽ എല്ലായിടത്തും ബുക്ക് ചെയ്യാനായിട്ട് താമരയുടെ ചിഹ്നം വെച്ചിട്ട് ബുക്ക് ചെയ്ത് നോക്കി എല്ലാം മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ മതിലെഴുതുകയോ ഇതെല്ലാം ചർച്ചകളുടെ ഒരു ഭാഗമായിട്ട് നടക്കുന്നു എന്നുള്ളതല്ലാണ്ട് അതൊന്നും ഒരു എന്താ പറയുന്നത് ഒരു കോൺട്രവേഴ്സി ആയിട്ട് വരേണ്ട കാര്യങ്ങളല്ല. ഇന്നേ വരെ ഏതെങ്കിലും BJPയുടെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും ഒരു നേതാവ് മുന്നോട്ട് വന്നിട്ട് അതിന് ഒരു അനിഷ്ടം പറഞ്ഞിട്ടുണ്ടോ? ആഗ്രഹങ്ങളുണ്ടാവും. എനിക്കിവിടെ മത്സരിച്ചാൽ കൊള്ളാമെന്ന് ആഗ്രഹിക്കാം. അതപ്പോൾ ആർക്കും ആഗ്രഹിക്കാമല്ലോ. എനിക്കിപ്പോൾ തിരുവനന്തപുരത്ത് നേമത്തിൽ പോയി മത്സരിക്കണം, രാജീവ് ചന്ദ്രശേഖർ പാലക്കാട് പോയി മത്സരിക്കുന്നതൊക്കെ എനിക്ക് ആഗ്രഹിക്കാം. പക്ഷേ പാർട്ടി നേതൃത്വത്തിന് ഒരു ഡിസിപ്ലിൻ ഉണ്ട്. ആ ഡിസിപ്ലിനിൽ ഒരു തീരുമാനം എടുക്കുമ്പോൾ പാർട്ടി അത് അംഗീകരിച്ച് മുന്നോട്ട് പോകും. ഇപ്പോൾ സാർ നമുക്കറിയാം, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച മുതൽ പല പാർട്ടികളിലും വലിയ രീതിയിൽ അഭിപ്രായ ഭിന്നതകളും പരസ്യ പ്രതികരണങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. BJPയിലോ അല്ലെങ്കിൽ 2020യിലോ അത്തരത്തിലൊരു പരസ്യ പ്രതികരണങ്ങൾ ഇടയായിട്ടുണ്ടോ എന്തെങ്കിലും? ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പാർട്ടിയാണ് ഞാൻ പറഞ്ഞ ഒരു അച്ചടക്കമുള്ള പാർട്ടി ആയതുകൊണ്ടാണ്. LDFൽ ഭിന്നതകൾ വന്നിട്ടില്ലേ? UDFൽ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്. അത് സ്വാഭാവികമായിട്ട് എല്ലാ പ്രാവശ്യവും അതിന് അവർ അഭിപ്രായ സ്വാതന്ത്ര്യം എന്നാണ് അവർ പറയുന്നത്. ഭിന്നതകൾക്ക് അത് എപ്പോഴും അത് ഒരു നല്ല പാക്കേജ് ചെയ്തിട്ട് എപ്പോഴും തെറ്റിനെ നമുക്ക് ഇത് ചെയ്യാലോ. ഒരിക്കലും കേരള രാഷ്ട്രീയം BJPക്ക് ഇടം കൊടുത്തിട്ടില്ല. കേരള ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് BJP ഒരു കോർപ്പറേഷൻ പിടിച്ചെടുക്കുന്നത്. അത് വലിയ നേട്ടം തന്നെയാണ് തീർച്ചയായും. അപ്പൊ അതുകൊണ്ടായിരിക്കാം അത് ഒരുപടി മുന്നിട്ട് ആൾക്കാർ ഓർത്തു വെക്കുന്നത്. ശരിക്കും തോന്നുന്നു മേയർ ആവുന്നതിന് മുമ്പ് തന്നെ VV രാജേഷ് എന്ന് പറയുന്ന വ്യക്തി കുറച്ച് അറിയുന്ന ഒരു സെലിബ്രിറ്റി ഒരാളാണ്. അത്രയധികം എന്ന് ഞാൻ പറയില്ല. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത് അദ്ദേഹം മോശക്കാരനാണെന്നുള്ളതല്ല ഞാൻ പറയുന്നത്. പക്ഷേ അദ്ദേഹത്തിന് അങ്ങനെ പെർഫോം ചെയ്യാൻ സാധിക്കുമെന്ന് പാർട്ടി വിശ്വസിച്ച ഉത്തരവാദിത്വം കൊടുക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ലല്ലോ. ഏതെങ്കിലും ഒരു ഡമ്മീനെ കൊണ്ടുപോയി കോൺഗ്രസിലും LDFലും നോക്ക്, പല ഡമ്മികളെ കൊണ്ടുപോയിട്ട് സ്ഥാനങ്ങളിൽ എടുത്തിട്ടുണ്ട്. പ്രവർത്തനമോ അവരുടെ പ്രവർത്തനശേഷിയോ നോക്കിയിട്ടല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, കഴിഞ്ഞ ഇലക്ഷൻ വരെ LDFും UDFും എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? കേരളത്തിൽ എവിടെ താമര വിരിയും, ഞങ്ങൾ വിരിയിക്കാൻ സമ്മതിക്കില്ല എന്നായിരുന്നു അവരുടെ പ്രൊപ്പഗാൻഡ. അതിനപ്പുറത്തോട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഈ ഇലക്ഷനിലോ എവിടെയെല്ലാം താമര വിരിയും, അത് എവിടെയെല്ലാം നമുക്ക് താമര വിരിയിക്കാതിരിക്കാം. ആ ഒരു ചേഞ്ച് കണ്ടോ? അതൊരു വലിയൊരു ചേഞ്ചാണ്. അപ്പോൾ അത്രയും മാത്രം ശക്തമായിട്ട് പാർട്ടി കേരളത്തിൽ വന്നു കഴിഞ്ഞു, ജനഹൃദയത്തിലോട്ട് ജനങ്ങൾ ഏറ്റെടുത്ത് തുടങ്ങി എന്നുള്ളതിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ അത് ഭയക്കുന്നു. LDFും UDFും അതിനെ വളരെയധികം ഭയക്കുന്നു. ഓക്കെ, ഒരു കാര്യം ചോദിച്ചോട്ടെ സാർ, അതായത് വളർന്നു വരുന്ന ഒരു യുവ നേതാവ് എന്നുള്ള രീതിയിൽ ചാണ്ടി ഉമ്മനെ എന്റെ മുഖത്ത് നോക്കിയിട്ട് യുവ നേതാവ് എന്നൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ ചാണ്ടി ഉമ്മനെ എങ്ങനെ നോക്കിക്കാണുന്നു? ചാണ്ടി ഉമ്മനുമായിട്ടുള്ളൊരു ബന്ധം എങ്ങനെയാണ്? ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ചന്ദനം മണക്കുമല്ലോ. അപ്പോൾ ശ്രീ ഉമ്മൻചാണ്ടിയുടെ മകനാണ് ചാണ്ടി ഉമ്മൻ. അതിൻ്റെ ഒരു 5% കാലിബറെങ്കിലും ചാണ്ടി ഉമ്മൻ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു കോൺഗ്രസിലെ ഏറ്റവും നല്ല നേതാവായിട്ട് ചാണ്ടി. അപ്പോൾ വീട്ടിൽ രാഷ്ട്രീയ ചർച്ചകൾ ഉണ്ടാവുന്നുണ്ടോ, അതോ അഭിപ്രായ വ്യത്യാസങ്ങളും? ഞാൻ പറയട്ടെ, എൻ്റെ വീട്ടിൽ ഞങ്ങൾ 3 പേരും കൂടി ഇരുന്നിട്ട് രാഷ്ട്രീയ ചർച്ച നടത്തിയിട്ട് കേരളത്തിൽ എന്ത് മാറ്റം ഉണ്ടാവാനാ? മനസ്സിലായോ? അഭിപ്രായങ്ങളോ ഇതൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല. അപ്പ ഉണ്ടായിരുന്ന സമയത്ത് പോലും ഞാൻ രാഷ്ട്രീയത്തിൽ പല കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്. അറിയാനായിട്ട് ചോദിക്കുക എന്നുള്ളത്, അല്ലാണ്ട് ചോദ്യം ചെയ്യുക എന്നുള്ളതല്ല. പക്ഷെ അതിനൊക്കെ രസകരമായിട്ട് തമാശയിൽ കൂടെ ഞങ്ങൾ സംസാരിച്ച് മാറുക എന്നുള്ളതല്ലാതെ ആ ചെയ്തു തെറ്റായിപ്പോയി, ഈ ഫയലിൽ ഒപ്പിട്ടത് തെറ്റായിപ്പോയി, ഭരണം പോകുമ്പോൾ ഇങ്ങനെ ചെയ്യാമോ എന്നുള്ളൊരു ചോദ്യോത്തര ഇതൊന്നും ഞങ്ങളുടെ കുടുംബത്തിലില്ല. അങ്ങനെ ഉണ്ടാകരുത് എന്നുള്ളതാണ് ഞാൻ പറയുക. ഞങ്ങളുടെ കുടുംബത്തിൽ ഇപ്പോൾ ചാണ്ടി ഉമ്മനാണെങ്കിലും മറിയ ഉമ്മനാണെങ്കിലും അച്ചു ആണെന്നുണ്ടെങ്കിലും മറ്റ് ബന്ധുക്കളാണെന്നുണ്ടെങ്കിലും ഞങ്ങൾ അവിടെ ഇരുന്നിട്ട്
എന്താ ഈ പറയുന്ന ഡിബേറ്റുമാതിരി 2 ടീമായിട്ട് 2 സൈഡിൽ ഇരുന്നിട്ട് ചർച്ചകൾ, പോയിന്റുകൾ, നടുക്കൊരു മോഡറേറ്റർ ഇരുന്നത് ഇവിടെ പറയൂ എന്ന് പറഞ്ഞിട്ടുള്ള പരിപാടിയൊന്നും ഞങ്ങളുടെ വീട്ടിൽ നടക്കാറില്ല. ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലേ? സാർ, എല്ലാവിധ ആശംസകളും സാറിന്റെ എല്ലാ പ്ലാനും നടപ്പിലാക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ദൈവം എന്തെങ്കിലും കണ്ടു കാണും, അതനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ നടക്കട്ടെ എന്ന് തീർച്ചയായും സാറിന്റെ ശബ്ദം എന്തായാലും സഭയിൽ കേൾക്കാൻ സാധിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇത്ര സുന്ദരമായിട്ട് ഹൈലി പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഒരു നാടാണ്. ഒരു നാട്ടിൻപുറത്തിന്റെ ഫീലിങ്ങും സാധാരണക്കാര് ഭംഗിയുണ്ട് കാണാനായിട്ട്, വളരെ സാധാരണക്കാരെന്ന് ഞാൻ പറയും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാപട്യമുള്ള രാഷ്ട്രീയക്കാരുടെ കാപട്യം പോലും മനസ്സിലാക്കാൻ പറ്റാത്ത സാധാരണക്കാർ ബുദ്ധിമുട്ട് വരുമ്പോൾ കണ്ണിൽ വെള്ളം വരുന്നു, സന്തോഷം വരുമ്പോൾ ചിരിക്കുന്നു എന്നുള്ളതല്ലാതെ പ്രതികരിക്കുകയോ അതിനെതിരെ ശബ്ദമുയർത്തുകയോ ചെയ്യാത്ത സാധുക്കളുള്ള ഒരു നാട്. അതാണ് എന്നെ ഇവിടെ അറ്റാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കും ഈ നാട്ടിലോട്ട് സ്വാഗതം. നന്ദി. താങ്ക് യു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.